ഈ സെഷന്റെ ആമുഖ ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി പി അബ്ദുർ റാഫി അൻസാരിയെ ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. സമാദരണീയരായ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പിതൃതുല്യരായ കാരണവന്മാർ, ഉമ്മ, പെങ്ങന്മാർ, സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നവോത്ഥാനം പ്രവാചക മാതൃക എന്ന ഒരു ക്യാപ്ഷനിൽ സംസ്ഥാനമൊട്ടുക്കും കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ മണ്ഡല അടിസ്ഥാനത്തിലുള്ള സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളും ഈ പ്രദേശത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ ഒരു പരിപാടിയിൽ മുമ്പൊന്നും ഇല്ലാത്ത വിധം നമ്മളൊരു പ്രത്യേക സെഷൻ തുടങ്ങിയിരിക്കുകയാണ്. ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബോധവൽക്കരണ ക്യാമ്പ് സെഷൻ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മൾ മാറ്റിയതിന്റെ കാരണം ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ എൻ്റെ മുന്നിലിരിക്കുന്ന ഉമ്മപെങ്ങന്മാർക്കറിയാം. നമ്മുടെ സെഷൻ ആരംഭിക്കേണ്ടത് കൃത്യം 10 മണിക്കായിരുന്നു. ഈ സെഷനിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ക്ലാസ് എടുക്കേണ്ട തിരൂരിലെ റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ ബിജു സാർ ഇങ്ങോട്ടുള്ള യാത്രാമധ്യേ ചെറിയ ഒരു അപകടം വാഹനത്തിന് സംഭവിച്ചതുകൊണ്ടാണ് അദ്ദേഹം അല്പം വൈകിയതും നമ്മുടെ ഉദ്ഘാടന സെഷൻ അല്പം നീണ്ടുപോയതും പെട്ടെന്ന് നിർത്തിവെക്കേണ്ടി വന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ചെറിയ തുടക്കം എന്ന രൂപത്തിൽ മാത്രം നിങ്ങളോട് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലഹരി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം നമ്മുടെ തൊട്ടരികിലേക്ക് അത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഉപയോഗിച്ചാൽ അറിയുന്നതും കുടുംബങ്ങളിൽ മാത്രം ചില കച്ചറകളും വഴക്കുകൂടലുമൊക്കെയായി ഒതുങ്ങിക്കൂടിയിരുന്ന മദ്യപാനം ഇന്ന് മറ്റൊരു രൂപത്തിലേക്ക് അത് വഴിമാറിപ്പോയിട്ടുണ്ട്. മുമ്പ് അത് ഉപയോഗിച്ചിരുന്ന ആളുകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു സംഭവം കച്ചവട താല്പര്യാർത്ഥം കൂടുതൽ ലാഭേച്ഛയോടുകൂടി അതിൻ്റെ ആളുകൾ വഴിമാറിയപ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളിലേക്കും അകത്തളങ്ങളിലേക്കും അത് കടന്നു വന്നിട്ടുള്ളത്. കണ്ടാലും അത് തൊട്ടാലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അതിൻ്റെ ഉപയോഗവും അതിൻ്റെ വ്യാപനവും നമ്മുടെ നാട്ടിൽ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങളും മറ്റ് എല്ലാ സംവിധാനങ്ങളും അതിനു വേണ്ടി കച്ചകിട്ടിറങ്ങിയാലും ഒരുപക്ഷെ അത് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം അതൊരു ഭീകരമായ അവസ്ഥയിലേക്ക് അത് വളർന്ന് പന്തലിച്ചു നിൽക്കുകയാണ്. സ്വന്തം ഉമ്മയെയും സഹോദരിമാരെയും പോലും കൊലക്കത്തിക്കിരയാക്കാൻ മാത്രം ആ ലഹരിയുടെ ബോധം അവന്റെ മനസ്സിനെ മാറ്റുന്നുണ്ടെങ്കിൽ എത്രമാത്രമാണ് അതിന്റെ ശക്തിയെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. എന്തുകൊണ്ടാണ് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഒരു സമ്മേളനത്തിൽ ഈ വിപത്തിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നൽകേണ്ടത് എന്ന്, അതിന്റെ പ്രസക്തി എത്രമാത്രമാണ് എന്ന് ഓരോ മിനിറ്റിലും നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതുന്നവരാണ്, ദിനേന നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. വിശ്വാസികളോടായി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും അതാണ്. ആമുഖമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി വെച്ച വിശുദ്ധ ഖുർആനിന്റെ വചനവും
നിങ്ങൾ പ്രാർത്ഥിക്കണം, പടച്ച തമ്പുരാനെ ഞങ്ങൾക്ക് നീ കനിഞ്ഞരുളണം, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ മക്കളിലും കൺകുളിർമ നൽകണം, ഖുർറത്ത അഅ്യുനിൻ, കൺകുളിർമ നൽകണം. എങ്ങനെയാണ് ആ ഒരു പദത്തെ വിശദീകരിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. ആളുകൾക്ക് മുന്നിലൂടെ ഇതെന്റെ മകൻ ചെയ്തതിന്റെ പേരിൽ തലകുനിച്ച് നടക്കേണ്ട ഒരു സാഹചര്യം ഒരു രക്ഷിതാക്കൾക്കും ഉണ്ടാക്കല്ല നാഥ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്നാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് സഹോദരിമാരെ, സഹോദരന്മാരെ, വിദ്യാർത്ഥികളായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണ് നമ്മൾ. ഒരു അധ്യാപകനാണ് ഞാനും. ഒരുപാട് അനുഭവങ്ങൾ ആ വിഷയത്തിൽ നിങ്ങൾക്ക് മുന്നിൽ പറയാനുണ്ട്. സമയം പരിമിതമാണ്, ചുരുക്കമാണ്. അതുകൊണ്ട് നിങ്ങൾ പരിശോധിക്കണം, നമ്മുടെ മക്കളുടെ കൂട്ടുകാർ, നമ്മുടെ മക്കളുടെ ബാഗുകൾ, നമ്മുടെ മക്കളുടെ മൊബൈൽ ഫോണുകൾ, നമ്മളറിയാത്ത ഒരു രഹസ്യവും ഒരു കൂട്ടുകാരും നമ്മുടെ മക്കൾക്കുണ്ടായിക്കൂടാ. നമ്മളാണ് അവരെ കുളിപ്പിച്ചത്, നമ്മളാണ് അവരെ ചെറുപ്പകാലത്ത് വസ്ത്രം ഉടുപ്പിച്ചത്. ഒരു മറയുമില്ലാതെ അവരുടെ മാലിന്യങ്ങൾ കഴുകിക്കളഞ്ഞവരാണ് നമ്മൾ. ആ മക്കൾക്ക് നമ്മുടെ മുന്നിൽ ഒളിപ്പിച്ചു വെക്കാൻ ഒരു രഹസ്യവും ഉണ്ടായിക്കൂടെ. എല്ലാം തുറന്ന് പറയാൻ നമ്മൾ അവരുടെ കൂട്ടുകാരാകണം. അവർ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയാനും, ആരൊക്കെയാണ് അവർക്ക് കൂട്ടുകാർ, ആരൊക്കെയാണ് അവർക്ക് എന്തെങ്കിലും നൽകുന്നത്, അസ്വാഭാവികമായി അവരിൽ കാണുന്ന സ്വഭാവ മാറ്റങ്ങൾ മനസ്സിലാക്കി അവരെ ഉൾക്കൊള്ളാനും അവരെ മനസ്സിലാക്കാൻ കഴിയുന്ന മാതാപിതാക്കളായി മാറാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ആ വഴിയിലേക്ക് നമ്മുടെ മക്കളെ എങ്ങനെയാണ് വഴിമാറ്റുന്നത് എന്ന് കൃത്യമായി ഇൻഷാ അല്ലാഹ് ആ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന നമുക്ക് ഏറ്റവും സുപരിചിതനായ ഒരുപാട് ക്ലാസുകളിൽ ജനങ്ങൾക്ക് ഉത്ബോധനം നൽകിയിട്ടുള്ള തിരൂർ റേഞ്ചിലെ പ്രിവന്റീവ് ഓഫീസർ ബിജു സാറാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി ഈ സമ്മേളനത്തിനു വേണ്ടി ഒരിക്കൽ കൂടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് പഠന സെഷൻ നിർവഹിക്കുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നവോത്ഥാനം പ്രവാചക മാതൃക KNM താനാളൂർ മുജാഹിദ് സമ്മേളനത്തിൽ ഏറെ ശ്രദ്ധേയമായ സെഷനായ ലഹരി വിരുദ്ധ പ്രഭാഷണം നിർവഹിക്കുന്നതിനു വേണ്ടി തിരൂർ എക്സൈസ് ഇൻസ്പെക്ടർ P. ബിജു സാറെ ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു വേദിയിലുള്ള ബഹുമാന്യരെ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ ആദ്യമായി KNM-ന്റെ സമ്മേളനത്തിൽ ഒരു കാക്കിയിട്ടൊരു ഉദ്യോഗസ്ഥൻ വരാനുണ്ടായ ഒരു സാഹചര്യമൊക്കെ ആമുഖ ഭാഷണത്തിലൂടെ ഇവിടെ സൂചിപ്പിച്ച് കഴിയും. ഇന്ന് ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പലവിധ പ്രശ്നങ്ങൾ, അക്രമ സംഭവങ്ങൾ, അതിലൊട്ടുമിക്ക അക്രമ സംഭവങ്ങളുടെ പുറകിലും മയക്കുമരുന്നുകളുടെ സാന്നിധ്യം നമ്മൾ അറിഞ്ഞപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ പേടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്കും എത്തിയിട്ടുണ്ടാവുമോ എന്നൊരു പേടി. അവിടെയാണല്ലോ ഈ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊരു സെഷൻ വരാനുള്ളൊരു കാരണവും. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു, പത്രമാധ്യമങ്ങളിലൂടെ പുറം ലോകത്തേക്ക് എത്തുന്ന വാർത്തകൾ മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ. നിങ്ങളറിയാത്ത എത്രയോ വാർത്തകൾ, നിങ്ങൾ അറിയുന്നതിനേക്കാളും എത്രയോ മടങ്ങ് വാർത്തകൾ ഈയൊരു വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഞങ്ങൾ അറിയുന്നുണ്ട് എന്നുള്ളൊരു സത്യം അറിയുക. ഇനി അതിനേക്കാളും എത്രയോ മടങ്ങാണ് ഞങ്ങളും നിങ്ങളും അറിയാതെ വീട്ടകങ്ങളിൽ തന്നെ കുഴിച്ചു മൂടപ്പെടുന്നത് എന്നുള്ളൊരു സത്യം അതിനേക്കാളും ഭീകരമാണ്. ഒന്നുകിൽ മക്കളെ ഭയന്ന്, അല്ലെങ്കിൽ മക്കളുടെ ഭാവി ഭയന്ന് അവരവരുടെ വീട്ടിനുള്ളിൽ തന്നെ രക്ഷിതാക്കൾ കുഴിച്ചു മൂടപ്പെടുന്ന വാർത്തകളാണ് ഏറ്റവും അധികം എന്നുള്ളതാണ് സത്യം. കാര്യം, ഏതൊരു മക്കളുടെ പ്രശ്നവും പറഞ്ഞ് ഏതൊരു രക്ഷിതാവ് ഞങ്ങളെ വിളിച്ചാലും ഏറ്റവും അവസാനം എല്ലാ രക്ഷിതാക്കളും ഞങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്, സാറേ നിങ്ങളെന്റെ കുട്ടീനൊന്നും ചെയ്യരുതിട്ടോ സാറേ എന്നാണ്. കാര്യം, ഞങ്ങൾ കാക്കിയിടുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് എൻ്റെ കുട്ടിക്ക്, മകന് അല്ലെങ്കിൽ മകൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളൊരു പേടി ഏതൊരു രക്ഷിതാവിനും ഉണ്ട് എന്നുള്ളതാണ് സത്യം.
അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആരും നമ്മളോടൊന്നും പറയാതെ പോകുന്നുണ്ട് പലപ്പോഴും എന്നുള്ളത് സത്യം. വളരെ കുറച്ചേ നമ്മൾ അറിയുന്നുള്ളൂ. അത് ഇത്രയും മാരകമാണെങ്കിൽ അറിയാതെ പോകുന്നത് എത്രത്തോളം ഭീകരമാകും എന്നുള്ളതൊന്നും ഓർത്തു നോക്കുക. ഈ ഒരു ലഹരി വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ സമയം ഞാൻ നിങ്ങളുടേതായിട്ട് എടുക്കുന്നില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുള്ള ചില ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ ഒരു സമയം ഉപയോഗിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 2020 ഇങ്ങ് തുടങ്ങിയതിന് ശേഷമാണ് നമ്മുടെ നാട്ടില് ഇത്രയും ഭീകരമായ ഒരവസ്ഥ, മയക്കുമരുന്നുമായിട്ട് അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് എന്നുള്ളതാണ് സത്യം. 2020 തുടങ്ങിയിട്ട് അല്ലെങ്കിൽ കോവിഡിന് ശേഷം എന്ന് ഞാൻ പറയാനുള്ള ഒരു കാരണം ഒറ്റയൊന്നേ ഉള്ളൂ, എൻ്റെ അനുഭവം വെച്ചിട്ടാണ്. കാര്യം 23 കൊല്ലമായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ. ഈ 23 കൊല്ലത്തിന്റെ ഇടയിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് കൂടി 2020 തുടക്കം വരെയും ഞാൻ നേരിട്ട് കണ്ട മയക്കുമരുന്ന് എന്ന് പറയുന്ന ഒരു സാധനം കഞ്ചാവ് മാത്രമായിരുന്നു അന്ന്. കാര്യം അതുവരെ ഞങ്ങൾക്ക് മറ്റു മയക്കുമരുന്നുകളൊന്നും കേസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 2020 മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇന്ന് ലോകത്തിന്റെ മുക്കിന് മൂലയ്ക്ക് എന്തൊക്കെ മയക്കുമരുന്നുണ്ടോ അതൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും ലഭ്യമാകുന്നു എന്നുള്ളൊരവസ്ഥ. നമ്മുടെ പിഞ്ചു മക്കളിൽ നിന്ന് പോലും പലതരം മയക്കുമരുന്നുകൾ പിടിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവും. അതെന്താ ഇപ്പോ പുതിയതായിട്ട് വന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ അതിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. കുട്ടികളും മക്കളും ഒക്കെ ഉള്ള ഒരു വേദിയിൽ കൂടുതലായിട്ട് ഞാൻ അതിനെ തുറന്ന് പറയുന്നില്ല. പക്ഷെ അതിനൊരു ഒറ്റ വാക്കിൽ നമുക്ക് സൂചിപ്പിക്കാം, രാസലഹരികൾ എന്നാണ്. സിന്തറ്റിക് ഡ്രഗ്സ്. കുറച്ച് കെമിക്കൽസും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളും ഉണ്ടെങ്കിൽ എവിടെ ഉണ്ടാക്കാം, സത്യം. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇന്ന് ഇത് ഉണ്ടാക്കാൻ അറിയാവുന്നവർ നമ്മുടെ നാട്ടിൽ ഇതുവരെ എക്സൈസിനോ പോലീസിനോ കിട്ടിയിട്ടില്ല, പിടുത്തം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് നിലവിൽ ഇത് പുറമേ നിന്ന് വരികയാണ്. അന്യ നാടുകളിൽ നിന്ന്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിൽ നിന്ന് വരികയാണ് നിലവിൽ. ഇനി അത് ഉണ്ടാക്കാൻ അറിയാവുന്ന ആളുകൾ കൂടി നമ്മുടെ നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ എന്താകും എന്നോ ചിന്തിച്ചു നോക്കുക. ഈ ഒരു പുതു ലഹരിയുടെ, ഈ രാസലഹരിയുടെ അതുണ്ടാക്കുന്ന, നമ്മുടെ കുട്ടികളിൽ ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാക്കുന്ന പുതിയ ചില പ്രശ്നങ്ങൾ, അതിന്റെ ചില പുതിയ വഴികൾ, നമ്മുടെ മക്കളിലേക്ക് എത്തുന്ന ചില പുതിയ വഴികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ മാത്രം വളരെ ചുരുക്കി ഞാൻ പറയാം. ഈ പുതുലഹരിയുടെ പുതിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, മുമ്പൊക്കെ ഞങ്ങൾ കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോണ്ടാകുന്ന പ്രശ്നങ്ങൾ, ദുരിതങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ലഹരി വസ്തുക്കൾ എന്തൊക്കെയാണ്? സിഗരറ്റ്, ഹാൻസ്, പാൻപരാഗ്, മദ്യം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സത്യം പറയാലോ എന്നുള്ളതിനേക്കാളും വലിയൊരു പ്രതീക്ഷ അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പ്രതീക്ഷ എന്ന് പറഞ്ഞാല് ഒരിക്കലും എന്റെ വാക്ക് കേൾക്കുന്ന ആരും ഇത് ഉപയോഗിക്കില്ല എന്നുള്ളതൊന്നുമല്ല, മറിച്ച് ഇച്ചിരി കാലം കൂടെ ബാക്കിയുണ്ടല്ലോ എന്നുള്ളതായിരുന്നു. സത്യമല്ലേ? ഒരു സിഗരറ്റ് വലിച്ചതിന്റെ പേരിൽ, മദ്യപിച്ചതിന്റെ പേരിൽ ആരും പെട്ടെന്ന് മരിച്ചിട്ടൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. കുറച്ച് കാലം നമുക്ക് കിട്ടിയിരുന്നു. അതിന്റെ ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുമായിരുന്നെങ്കിലും നമുക്ക് കുറച്ച് സമയം കിട്ടുമായിരുന്നു ഇത് ഉപയോഗിക്കുന്ന ആളുകളെ തിരികെ നമുക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. ഇന്നതില്ല. ഒരു 4-5 കൊല്ലത്തിനപ്പുറത്തേക്ക് ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന രാസലഹരികളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ. ഒരു 4-5 കൊല്ലം മതി ജീവിതം തന്നെ ഇല്ലാതാകാൻ. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ളൊരു അവയവമാണല്ലോ ഈ പല്ലെന്ന് പറയുന്നത്. പല്ല് ദ്രവിച്ചു പോവുക അല്ലെങ്കിൽ പൊടിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? മെത്ത് മൗത്ത് എന്നൊരു അസുഖമുണ്ട്. ഈ ഒരു രാസലഹരി അമിതമായിട്ട് ഉപയോഗിക്കുമ്പോണ്ടാകുന്ന അസുഖമാണ്. ഒരിക്കല് കൊടിയത്തൂർ എന്നുള്ളൊരു സ്ഥലത്ത് അവിടെ ഒരു സംഘടന, ഒരു NGO ഒരു ഡി അഡിക്ഷൻ ക്യാമ്പ് നടത്തി. സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഡോക്ടേഴ്സ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. അന്ന് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള 35 പേര് അവരുമായിട്ടൊരു ഇന്ററാക്ഷന് വേണ്ടിയിട്ടാണ് വിമുക്തി മിഷന്റെ ഭാഗമായി കൊണ്ട് എന്നെയും വിളിച്ചത്. അന്ന് അവിടെ ചെന്ന് അവരോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഈ 35 പേരിൽ 29 പേര് മയക്കുമരുന്നിന്റെ അടിമകളായിരുന്നു, 6 പേര് മദ്യത്തിനടിമകളാണ്. അന്ന് അവരോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ഈ ഒരു പല്ല് പൊടിഞ്ഞു പോകുന്ന അസുഖത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പയ്യൻ, അവന് 23 വയസ്സാണ്.
അവൻ എഴുന്നേറ്റ് നിന്ന് 2 വിരൽ വെച്ചിട്ട് ഈ മേലെ ചുണ്ടൊന്നും ഇങ്ങനെ പൊളിച്ച് പൊന്തിച്ച് കാണിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, സാറേ ഇങ്ങനെയാണോ സാറേ? ഞാൻ നോക്കുമ്പോ നമ്മള് നാടൻ ഭാഷയിൽ പലകപ്പല്ല് എന്നൊക്കെ പറയല്ലോ, വലിയ ഈ 3-4 പല്ല്, അത് കാണാനില്ല. അവിടെ ഒരു കുറ്റി പോലെ ഇങ്ങനെ ദേവിച്ച് നിൽക്കുന്നുണ്ട്. ബാക്കി ഉള്ളത്തെ പല്ലിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അവൻ പൊന്തിച്ച ഭാഗം മാത്രം ഞാൻ കണ്ടുള്ളൂ. നമ്മളെ ഈ ചെറിയ പൊടിമക്കൊക്കെ പുഴുപ്പല്ല് വന്നാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയായിരുന്നു. ഞാൻ അപ്പം തന്നെ അവനോട് ചോദിച്ചു, എത്ര കൊല്ലമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? സാറേ 2 കൊല്ലം. വെറും 2 വർഷത്തെ ഉപയോഗം കൊണ്ട് ഒരു 23 വയസ്സുകാരന്റെ മുഴുവൻ പല്ലും പൊടിഞ്ഞു പോയ, ദ്രവിച്ചു പോയ ഒരു പയ്യനെ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് കൊടിയത്തൂർ വെച്ച്. ഞാനേ ഒരു വിഷയം കഴിഞ്ഞ വെക്കേഷനിൽ അധ്യാപകർക്കുള്ള പരിശീലന ക്യാമ്പില് ഞങ്ങൾ എക്സൈസുകാർക്കുണ്ടായിരുന്നു ഒരു സെഷൻ, അധ്യാപകർക്ക് ക്ലാസ് എടുക്കാൻ. ഞാൻ പലയിടങ്ങളിലും പോയിട്ടുണ്ടായിരുന്നു. തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് അധ്യാപകരോട് ഈ ഒരു വിഷയം സൂചിപ്പിച്ചപ്പോൾ, ഹയർ സെക്കൻഡറി അധ്യാപകനാണ്, ഒരു അധ്യാപകൻ എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് പറഞ്ഞു, സാറ് പറഞ്ഞ ക്യാമ്പില് രാത്രി കാലങ്ങളിൽ വോളണ്ടിയർ ആയിട്ട് ഞാനും പോയിരുന്നു സാറേ. സാറ് പറഞ്ഞ പയ്യനെ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ ആദ്യം വെച്ച് ചാടിപ്പോയി. മയക്കുമരുന്നുകളുടെ ലോകത്തേക്ക് തന്നെ അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ അവൻ പോയി സാറേ എന്ന് ആ അധ്യാപകൻ പറയുമ്പോഴാണ് സത്യം ഞാൻ അറിയുന്നത്. കുറഞ്ഞ കാലം കൊണ്ട്, വെറും 2 വർഷം കൊണ്ട് നമ്മുടെ പല്ല് പോലും പൊടിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ഇതിനേക്കാളും ഒക്കെ ഭീകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ തീരുമാനിക്കാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് മയക്കുമരുന്നുകൾ എത്തുമോ? ഉറപ്പാണോ? എന്നാ ഉറപ്പിക്കണ്ട. ഇന്നിപ്പോ നമ്മൾ തീരുമാനിക്കൊന്നും വേണ്ട, നമ്മുടെ മക്കളും അറിയണ്ട. ആരെങ്കിലും ഒരാൾ തീരുമാനിച്ചാൽ മതി ആരുടെയെങ്കിലും ഉള്ളിൽ മയക്കുമരുന്ന് എത്താൻ. കാലം അതാണ്. ഇപ്പൊ ഞാൻ തീരുമാനിക്കുകയാണ്, എന്റെ മുന്നിലുള്ള നിങ്ങളുടെ ഉള്ളിൽ മയക്കുമരുന്ന് എത്തിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ എനിക്കതിന് സെക്കൻഡുകൾ മതി. ഞാൻ നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരുന്ന സമയത്ത് എന്റെ വിരൽ അതിലൊന്ന് മുക്കി നിങ്ങളത് കുടിച്ചു, നിങ്ങളുടെ ഉള്ളിൽ മയക്കുമരുന്ന് എത്തി. എന്താ കാര്യം? ഞാൻ എന്റെ വിരല് ആദ്യം മുക്കിയത് എവിടെയാണെന്ന് നിങ്ങൾ അറിയില്ല. അതിന്റെ നഖങ്ങൾക്കിടയിൽ ഞാൻ എന്താ ഒളിപ്പിച്ചെന്ന് നിങ്ങൾ അറിയില്ല. കാര്യം വളരെ കുറച്ച് അളവ് മതി. ഇപ്പോഴേ പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ. ഓർമ്മയുണ്ടോ? 2020 മുമ്പ് എക്സൈസും പോലീസും ഒക്കെ പിടിച്ചെടുക്കുന്ന മയക്കുമരുന്ന് കേസുകളിൽ ഞങ്ങൾ പിടിച്ചെടുക്കുന്ന മയക്കുമരുന്നുകളുടെ അളവ് എന്ന് പറയുന്നത് കിലോ കണക്ക് മാത്രമായിരുന്നു. ഇന്നും കിലോ കണക്കുണ്ട് സത്യം, പക്ഷെ അതിനേക്കാളും ഉപരിയായിട്ട് വേറൊരു കണക്കാണ്, ഗ്രാം മില്ലിഗ്രാം കണക്കാ. സത്യമല്ലേ? 1/2 ഗ്രാം പിടിച്ചു, 1 ഗ്രാം പിടിച്ചു എന്നൊക്കെയല്ലേ വാർത്തകൾ വരാറ്. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് നമ്മളെ ഫ്രണ്ട്സൊക്കെ വിളിക്കും, എടാ ഈ 1 ഗ്രാം ഒക്കെ പിടിക്കുന്നതിന് ഇത്ര ബിൽഡപ്പ് കൊടുക്കണമെന്ന് ഞങ്ങൾ ചോദിക്കാറുണ്ട്. കാര്യം ശരിയാണ്. 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 ഗ്രാം ഒരു വിരലിന് തോണ്ടാനുള്ള സാധനമേ ഉള്ളൂ. ഇതിനൊക്കെ എത്ര ബിൽഡപ്പ് കൊടുക്കണമെന്നാണ് ചോദിക്കുമ്പോൾ, പക്ഷെ ആ 1 ഗ്രാം വീതം വെച്ച് റീറ്റെയിൽ റേറ്റിലേക്ക് വരുമ്പോൾ ഏകദേശം 1 ഗ്രാം ഗോൾഡിന്റെ അടുത്ത് വില വരും. ആ 1 ഗ്രാം മതി 10-15 പേർക്ക് 4-5 ദിവസം ലാവിഷായിട്ട് മയങ്ങി കിടക്കാൻ. അത്രയും കുറഞ്ഞ അളവിൽ മതി എന്നതുകൊണ്ട് തന്നെ ഇത് എക്സൈസിന്റെയും പോലീസിന്റെയും നിയമത്തിന്റെയും ഒക്കെ കണ്ണു വെട്ടിച്ച് കൊണ്ടു നടക്കാനും വിതരണം ചെയ്യാനും ഒക്കെ എളുപ്പമാകുന്ന ഒരു സിറ്റുവേഷൻ ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. ഒരു പെൺകുട്ടിക്ക് ശാരീരികമായിട്ട് അസ്വസ്ഥത തോന്നിയപ്പോൾ അവളുടെ അമ്മ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പരിശോധനയും ബ്ലഡും യൂറിൻ ടെസ്റ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അമ്മയും മകളെയും കൂടി ഒന്നിച്ച് വിളിച്ചുകൊണ്ട് മകളുടെ മുന്നിൽ വെച്ചിട്ടാണ് അമ്മയോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ മകള് ഗർഭിണിയാണ്. അന്ന് ആ പെൺകുട്ടി ഉറക്കെ നിലവിളിച്ചുകൊണ്ടൊരു ഒരു കാര്യം പറഞ്ഞു, അമ്മ ഞാനതിന് അങ്ങനെ ആരുടെയും കൂടെ പോയിട്ടില്ല. സത്യമായിരുന്നു. അവളെ ആരും വിശ്വസിച്ചില്ല. ഇവളുടെ ബ്ലഡിന്റെയും യൂറിന്റെയും ടെസ്റ്റ് റിസൾട്ട് കാണിച്ചുകൊണ്ട് ഡോക്ടർ വീണ്ടും പറഞ്ഞു, ഇവള് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോഴും അവള് പറഞ്ഞു, ഇല്ല അമ്മ. അവസാനം ഇവളോടും ഇവളുടെ കൂട്ടുകാരികളോടും ഒക്കെ അന്വേഷിച്ച് അതിന് ഉത്തരവാദിയെ കിട്ടിയപ്പോൾ അത് അതിനേക്കാളും വലിയൊരു ട്രാജഡി, അത് അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി എന്നുള്ളതാണ്. ഇന്റിമേറ്റ് ഫ്രണ്ട് എന്ന് അവൾ കരുതിയിരുന്ന അവൻ തന്നെ അതിന് കാരണമായപ്പോ അപ്പോഴും ആ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനതിന് അവന്റെ കൂടെയും എവിടെയും പോയിട്ടില്ല. പക്ഷെ എവിടെയോ വെച്ച് ജ്യൂസിൽ എന്തോ കലക്കി കൊടുത്തു, പിന്നെ അത് നടന്നെന്താന്ന് അവൾ അറിഞ്ഞില്ല. കാലം ഇതാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മക്കൾ പോലും അറിയാതെ അവരുടെ ഉള്ളിലേക്ക് മയക്കുമരുന്നുകൾ എത്തുന്ന ഒരു കാലം. എങ്ങനെ മക്കളെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റും? ജാഗ്രത പാലിച്ചേ പറ്റൂ. ആർക്കും നിലവിൽ ജാഗ്രത ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കുറച്ചുകൂടെ ജാഗ്രത പാലിച്ചേ പറ്റൂ. ഇവിടെ ആദ്യം തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മയക്കുമരുന്ന് പെരുകുന്നതെന്ന്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്കറിയാം, മുഖത്ത് നോക്കി പറയാൻ മടിച്ചിട്ടാണെങ്കിലും ആരും പറയില്ല. സത്യം ചിലർ ഉള്ളിലുണ്ട്. എന്താണ് സാറേ, നിങ്ങൾ എക്സൈസുകാരും പോലീസുകാരും ശരിയല്ലായിട്ടാ സാറേ, ആ ഒരു അഭിപ്രായം എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം.
സാധാരണ നിങ്ങൾ ആളെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യും, അപ്പം തന്നെ ആളെയൊക്കെ വിടുകയും ചെയ്യും. അപ്പൊ പിന്നെ സാർ ഇതല്ല ഇതിനപ്പുറത്ത് നമ്മുടെ നാട്ടിൽ നടക്കില്ലേ എന്നൊരു ചോദ്യം ഞങ്ങളോട് ചോദിക്കാറുണ്ട്. ചിലർ ഇങ്ങനെ ഗസ്റ്റൊക്കെ ആയിട്ട് വിളിച്ച സ്ഥിതിക്ക് മുഖത്ത് നോക്കി പറയാനും മടിക്കാറുണ്ട്. അത് വേറെ കാര്യം. സത്യമാണ്, ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്, ഞങ്ങൾ വിടാറുണ്ട്, ഞാനില്ലാന്നൊന്നും പറയുന്നില്ല. നമുക്ക് മയക്കുമരുന്നുകൾ പെരുകുന്നതിന്, നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് പെരുകുന്നതിന് ഉത്തരവാദിയായിട്ട് ചൂണ്ടിക്കാട്ടാൻ നമുക്ക് ഒരാളെ കിട്ടിയാൽ മതിയെങ്കിൽ നിങ്ങൾ പറഞ്ഞോ എക്സൈസും പോലീസും ശരിയല്ല. അവിടെ ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്, നമുക്ക് നിയമത്തിൽ പറയുന്നതേ ചെയ്യാൻ പറ്റും. കുറഞ്ഞ അളവിലാണ് ഇവരുടെ കയ്യിൽ നിന്ന് ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ പിടിച്ചെടുക്കുന്നത് എങ്കിൽ അവർക്ക് ജാമ്യം നൽകണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ടെങ്കിൽ ജാമ്യം നൽകുന്നേ ഉള്ളൂ, വിട്ടയക്കുന്നില്ല. കേസില്ലാതാവുന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് അവർ വിട്ടയച്ചേ പറ്റൂ. അപ്പം പിന്നെ നമുക്ക് അടുത്ത ആളെ കിട്ടി കുറ്റം പറയാൻ എന്ത്? നമ്മളെ നിയമം ശരിയല്ല അല്ലേ? നമ്മുടെ നാട്ടിലെ നിയമം ശരിയല്ല സാറേ. നിയമം ശരിയല്ലെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? നിയമം ഉണ്ടാക്കിയ ആളുകൾ. പുതിയ നിയമമൊന്നുമല്ല, പണ്ട് കാലം മുതലുള്ള നിയമമാണ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒക്കെ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് കേന്ദ്രവും സംസ്ഥാനം ഒന്നും ശരിയല്ല, പണ്ട് മുതലേ ഭരിച്ചു വരുന്നവരൊന്നും ശരിയല്ല നമുക്ക് പറയാം. ഓക്കെ, കുറ്റപ്പെടുത്താൻ നമുക്ക് ഇഷ്ടം പോലെ ആളെ കിട്ടിയല്ലോ. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നമുക്ക് ഇടയ്ക്ക് നമ്മുടെ വീട്ടിലൊന്ന് കയറാം. നമ്മുടെ വീട്ടില് നമ്മുടെ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് വലുതൊന്നും വേണ്ട ഒരു സിഗരറ്റ് കിട്ടി, നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ആദ്യം 4 അടിയല്ലേ? ചോദ്യം പറച്ചിലൊക്കെ പിന്നെയല്ലേ ഉള്ളൂ. ആദ്യം 4 അടിയാണ്, പിന്നെ കുറെ ചീത്തയാണ്. സത്യം. എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മുടെ കുട്ടികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ പേരിൽ അവരെ ശിക്ഷിക്കുമ്പോൾ, അവരെ ശാസിക്കുമ്പോൾ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മയക്കുമരുന്ന് പെരുകുന്നതിന്റെ പേരിൽ എക്സൈസിനെയും പോലീസിനെയും നിയമത്തെയും സർക്കാരുകളെയും ഒക്കെ കുറ്റപ്പെടുത്തുമ്പോൾ ഒന്ന് സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കുക. എന്റെ കുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കുന്ന ഇത്തരം ലഹരി വസ്തുക്കൾക്കെതിരെ ഇന്ന് ഈ ഒരു നിമിഷം വരെയുള്ള എന്റെ ജീവിതത്തിൽ ഞാൻ എന്തു ചെയ്തിട്ടുണ്ടെന്ന്, എന്തെങ്കിലും ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്നവർ ഒന്ന് കൈപൊന്തിക്കോ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. എത്ര പേരുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരാളെ കയ്യെ പൊന്തിക്കണ്ടോളൂ. അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാം, നമ്മുടെ കുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കുന്ന ഇത്തരം ലഹരി വസ്തുക്കൾക്കെതിരെ ഇന്ന് ജീവിക്കുന്ന നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നാളെ ജീവിക്കേണ്ട നമ്മുടെ കുട്ടി ഇത് ഉപയോഗിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനും ശിക്ഷിക്കാനും ശാസിക്കാനും നിങ്ങൾക്ക് എന്ത് അവകാശമുള്ള ഒരു രക്ഷിതാവ് എന്ന നിലയിൽ? ഒരവകാശവും ഇല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു അച്ഛനാ ഞാൻ. എന്തെങ്കിലും ചെയ്യാന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ, വലിയ കാര്യങ്ങളൊന്നും വേണ്ട. എന്തിനാണ് ലഹരിക്കെതിരെ എന്നുള്ളൊരു വാക്ക് എവിടെയെങ്കിലും കേട്ടാൽ ആ ഭാഗത്ത് കൂടെ നമ്മൾ പോകൂല. ഉണ്ടോ? സത്യം ചോദിക്കട്ടെ, ഇന്നിപ്പോ ഈ ഒരു KNM-ന്റെ ഈ മണ്ഡലം സമ്മേളനം ആയതുകൊണ്ടല്ലേ എന്റെ വാക്ക് കേൾക്കാൻ നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കണേ. നേരെ മറിച്ച് നിങ്ങൾ തന്നെ KNM ഒരു സംഘടിപ്പിക്കുകയാണ്, ലഹരിക്കെതിരെ ഒരു പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾ എല്ലാവരും താല്പര്യമുള്ളവർ വരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പാ അതിൽ 10-1 ഇവിടെ ഉണ്ടാവില്ല. കാര്യം എന്താ? ഇത് കുറെ കാലയിലേ കേൾക്കാൻ തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ ഇതിന് കുറച്ച് ആൾക്കാരുണ്ട്, നേതാക്കന്മാരുണ്ടല്ലോ, അവരവർ ചെയ്തോളും, നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ആ നേതാക്കാർ നമ്മൾ പോയില്ലെങ്കിൽ അവിടെയൊക്കെ നടക്കും. സത്യം പറയാലോ, കുറച്ച് എക്സൈസുകാരും പോലീസുകാരും മാത്രം വിചാരിച്ചാൽ നമ്മുടെ മക്കളെ രക്ഷിക്കാൻ സാധിക്കില്ല ലഹരി വസ്തുക്കളുടെ ലോകത്ത്. നാടൊട്ടുക്ക് ഒന്നിച്ചു നിന്നെങ്കിൽ തന്നെ നടക്കൂ. അതുകൊണ്ടാണ് ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിലൊക്കെ ഒരു കാക്കിയിട്ട ഉദ്യോഗസ്ഥന് ഒരു സാന്നിധ്യം വരാനുള്ള ഒരു കാരണവും. അതെല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഏറെ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, ഈ അടുത്ത കാലത്തായിട്ട് ഞങ്ങളും വളരെ ഹാപ്പിയാണ്. അടുത്തൊരു 1-2 മാസത്തിനുള്ളിലായിട്ട് എക്സൈസിനും പോലീസിനും കണ്ടമാനം കേസ് കിട്ടിയിട്ടുണ്ടല്ലേ? മയക്കുമരുന്നിന്റെ കേസുകൾ ഇഷ്ടംപോലെ പേപ്പറിൽ വായിക്കുന്നില്ലേ നിങ്ങൾ? എക്സൈസ് പിടിച്ചു, പോലീസ് പിടിച്ചു പറഞ്ഞിട്ട്. എന്തുകൊണ്ടാ ഈ ഒരു 2 മാസം മാത്രമായിട്ട് എക്സൈസും പോലീസും പണിയെടുക്കാൻ തുടങ്ങിയോണ്ടാണോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ആരെങ്കിലും? അല്ല, ഞങ്ങൾ അന്നും പണിയെടുക്കുന്നുണ്ട്, ഇന്നും പണിയെടുക്കുന്നുണ്ട്. ഒരേ രീതി തന്നെയാണ്. അന്നും ഞങ്ങൾക്ക് കേസ് കിട്ടുന്നുണ്ട്, ഇന്നും കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പോ ഞങ്ങൾക്ക് പൊതുജനങ്ങളുടെ സഹകരണം വല്ലാതെ കൂടിയിട്ടുണ്ട്. പറയാതെ തുറന്നു പറയുന്നു. ഇഷ്ടം പോലെ പല നാടുകളിൽ നിന്നും ആളെ തടഞ്ഞു വെച്ചുകൊണ്ട് ഞങ്ങളെ വിളിക്കുന്നു. ഞങ്ങളാകെ 2-3 ആൾക്കാരുണ്ടാവുക കേസെടുക്കാൻ പോകുമ്പോൾ. വളരെ എണ്ണം കുറവാണ് നമ്മളെ, സത്യം പറയാലോ. അങ്ങനെ പോകുമ്പോഴും ഞങ്ങളെ കൂടെ നിൽക്കാൻ ഇന്ന് നാട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട്. സാധാരണ ഞങ്ങൾ സാക്ഷികളായിട്ട് ഒപ്പിടാൻ ഒരാളെ വേണ്ടി 2 ആള് പൊതുസാക്ഷികൾ വേണം. ഒപ്പിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറന്ന് നടക്കലാണ്. ഇതൊന്ന് ഒപ്പിട്ട് വരുമോ? അപ്പൊ തന്നെ നാട്ടുകാർ പറയും, ആ കോടതിയിലൊക്കെ വരേണ്ടി വരും, വെറുതെ എന്തിനാ വേണ്ടാത്ത നിൽക്കണേന്ന് നമ്മളോട് പണ്ടൊക്കെ ചോദിക്കല്. ഇന്ന് ഇഷ്ടം പോലെ ആളുകൾ വരാറുണ്ട്. സത്യം വരുന്നു. അത് എവിടെ പോകുമ്പോഴും ഉണ്ട്. ആ ഒരു സന്തോഷം തുറന്നു പറയട്ടെ, ഇന്ന് നാടൊട്ടുക്ക് ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ആവശ്യമാണ്, എന്റെ കുട്ടിയുടെ ആവശ്യമാണ്, നമ്മുടെ ആവശ്യമാണെന്നുള്ളൊരു ചിന്ത എല്ലാവരിലും ഉണ്ടാകുക എന്നുള്ളത് അതിനു വേണ്ടി മാത്രം സൂചിപ്പിച്ചതാണ്. എനിക്കറിയാം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മടിച്ചു നിൽക്കാനുള്ള കാരണങ്ങൾ. ഒന്ന്, നമുക്ക് പേടിയാണ്. ഇത് ഉപയോഗിക്കുന്ന ആളുകളെ, വിതരണം ചെയ്യുന്ന ആളുകളെ, ഇതിന് പിന്നിലുള്ള മാഫിയ ഒക്കെ നമ്മൾ പറയാറുണ്ട്. പേടിയാണ്, അതാണ് പ്രഥമ പ്രശ്നം.
രണ്ടാമത്തെ പ്രശ്നം ഇത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ എന്നുള്ളൊരു തോന്നലാണ്. അപ്പുറത്തുള്ളവന് അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വെറുതെ ഇതിന് ആവശ്യമില്ലാത്ത കാര്യത്തിന് നമ്മൾ ഇടപെടണേ. പക്ഷെ ഒന്നും മറക്കണ്ട, ഇന്ന് അവനാണെങ്കിൽ നാളെ അത് നമ്മുടെ കുട്ടിയാണ് എന്ന് മറന്നു പോകാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, വിതരണം ചെയ്യുന്നവർ, വിൽപ്പനക്കാരൊക്കെ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോ സ്വന്തക്കാരോ ബന്ധുക്കാരോ ഒക്കെ ആവും. അപ്പൊ പിന്നെ വെറുതെ ഇതിനെ ബന്ധങ്ങൾ ഇല്ലാതാക്കണേ എന്നുള്ളൊരു ചിന്ത കൂടി വരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് പേടിയാണ് ഇതൊന്നും എന്നെ ബാധിക്കാത്ത പ്രശ്നമാണ്, അല്ലെങ്കിൽ എൻ്റെ സ്വന്തമാണ്, ബന്ധമാണ്, സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരം ലഹരി വസ്തുക്കൾക്കെതിരെ ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുമ്പോൾ അവിടെ ഒരു ചോദ്യത്തിന് കൂടി പ്രസക്തി ഏറുന്നുണ്ട്. എന്താണെന്നറിയോ? എന്ന് വരെ നമ്മളൊന്നും ചെയ്യാതെ നോക്കി നിൽക്കും ലഹരിക്കെതിരെ? എന്ന് വരെയാ? അതിനൊരു ഒറ്റത്തരേ ഉള്ളൂ, നമ്മുടെ കുട്ടി ഇത് ഉപയോഗിക്കുന്നവരെ. അല്ലേ? അല്ലേ? അത്രേ ഉള്ളൂ. സത്യം ചോദിക്കട്ടെ, നമ്മുടെ കുട്ടിക്ക് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു മയക്കുമരുന്ന് കൊടുത്തു എന്ന് അറിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ? എനിക്ക് പേടിയാന്ന് പറഞ്ഞ് മാറിക്കോ? ഇല്ല. അപ്പൊ നമുക്ക് പറ്റുന്നൊക്കെ ചെയ്യും. കാര്യം അവിടെ നമുക്ക് പേടിയൊന്നുമില്ല, നമ്മുടെ കുട്ടീൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അറിയാതെയെങ്കിലും സമ്മതിക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് വരട്ടെ, അങ്ങനെ വരുമ്പോ ചെയ്താൽ പോരെ? സത്യം പറയാലോ, ഈ ഒരു സമയം മതി ലഹരി വസ്തുക്കളുടെ ലോകത്തേക്ക് അങ്ങടെത്താൻ. തിരിച്ചു വരാൻ ചിലപ്പോ ഒരു ജീവിതം കൊണ്ട് പോലും പറ്റിയില്ല എന്ന് വരും. തിരിച്ചൊക്കെ ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട്, പക്ഷെ പറ്റാതെ പോകുന്ന ആളുകൾ അതിനേക്കാൾ ഉണ്ട് എന്നുള്ളത് മറന്നു പോകാതിരിക്കുക എന്നുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുതു ലഹരിയുടെ ചില പുതിയ വഴികൾ, നമ്മുടെ മക്കളിലേക്ക് ലഹരി വസ്തുക്കൾ എത്തുന്ന ചില പുതിയ വഴികൾ. പഴയ വഴികളും കുട്ടികൾ ഉപയോഗിക്കാനുള്ള കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. എന്നാലും പുതുതായിട്ടുള്ള ചില മാറ്റങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിലൊന്ന് അവതരിപ്പിക്കുന്നു. പക്ഷേ അതിന്റെ ഒക്കെ മുന്നിൽ എനിക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് ഒന്ന് കയറി ഇറങ്ങാനുണ്ട്. ബാക്കിയൊക്കെ പിന്നെ. ഏറെ സങ്കടത്തോടെ പറയട്ടെ, ഇന്ന് നമ്മുടെ നാട്ടില് എത്രത്തോളം കുട്ടികൾ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുന്നുണ്ടോ അവരിലൊരു 70% കുട്ടികളും ലഹരി വസ്തുക്കളുടെ ലോകത്തേക്ക് എത്തപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ഞാനും നിങ്ങളും അടങ്ങുന്ന അവരുടെ രക്ഷിതാക്കളാണ് എന്നുള്ളത്. രക്ഷിതാക്കൾ എന്ന് ഞാൻ പറയാൻ കാരണം നമ്മൾ ഒരിക്കലും ഇത് കൊണ്ടു കൊടുക്കുന്നു എന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന അർത്ഥമൊന്നുമില്ല. പക്ഷെ അതിനേക്കാളും വലിയൊരു സത്യമുണ്ട്. ഞാൻ തുറന്നു ചോദിക്കട്ടെ, നിങ്ങളുടെയൊക്കെ വീട്ടില്, നിങ്ങളുടെ എന്നല്ല നമ്മുടെയൊക്കെ വീട്ടില് നമ്മൾ നമ്മുടെ മക്കളും തമ്മിൽ വല്ലാത്തൊരു അകലം കൂടി വരുന്നില്ലേ? ഇല്ലേ? ഇല്ലേ? ഉണ്ട്. ഇല്ലാന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല. സത്യം, ഞാൻ അതിന് ഇഷ്ടംപോലെ തെളിവുകൾ ഞാൻ അങ്ങോട്ട് ഇട്ട് തരാം. നമ്മുടെ മക്കളും തമ്മിലുള്ള അകലം കൂടി വരുന്നു. എല്ലാ രക്ഷിതാക്കളും ഞങ്ങളോട് സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, സാർ നമ്മളെ കുട്ടി ഇത് ഉപയോഗിച്ചെന്ന് എങ്ങനെ അറിയാൻ പറ്റുക? ഒറ്റ മറുപടിയേ ഉള്ളൂ, അവന്റെ അല്ലെങ്കിൽ അവളുടെ മാറ്റങ്ങൾ അറിയുക. പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമുള്ള മാറ്റങ്ങൾ അറിയുക. മാറ്റങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ അവരോടൊപ്പം ഉണ്ടാവണം. 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾ ഇന്ന് ഞങ്ങളോട് പറയുന്നു, സാറേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടി ഒന്നിച്ചിരിക്കാറില്ല. കുട്ടികളുടെ മാറ്റങ്ങൾ അറിയുന്നതിൽ രക്ഷിതാക്കൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ തിരൂരേക്ക് വന്നിട്ട് 3 മാസമായിട്ടുള്ളൂ. ഒരു 4-5 മാസം മുമ്പ് പരപ്പനങ്ങാടി വർക്ക് ചെയ്യുമ്പോൾ, പരപ്പനങ്ങാടി സിവിൽ സ്റ്റേഷനിൽ 2nd ഫ്ലോറിലാണ് എക്സൈസിന്റെ ഓഫീസ്. ഒരു ദിവസം രാവിലെ ഒരു 9 മണി സമയത്ത് ഒരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എനിക്കൊന്ന് കാണണം സാറേ, ഞാൻ മോനായിട്ട് ഒന്ന് വന്നാൽ സാറിനായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? ചെമ്മാടാണ് അവരുടെ വീട്. അപ്പോൾ അവർ പറഞ്ഞു, സാറേ മകന്റെ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ഇന്നലെ രാത്രി 2 പാക്കറ്റ് ഹാൻഡ്സ് കിട്ടി. ഞാൻ അന്ന് സാർ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അവന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു മകൻ എന്ത് ചെയ്യാൻ, മകൻ എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു. മകൻ +2 പഠിക്കുകയാണ് സാറേ, ഇപ്പൊ പരീക്ഷ വെയിറ്റ് ചെയ്ത് നിൽക്കണം, റിസൾട്ട് വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഞാൻ വന്നോളാം പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം എനിക്കൊരു ക്ലാസ് ഉണ്ട്, രാവിലെ വരാൻ വേണ്ടി പറഞ്ഞു. രാവിലെ ഒരു 11 മണിയായപ്പോൾ ഈ ഉമ്മയും ഉപ്പയും കൂടി മകനെയും കൂട്ടി ഞങ്ങളുടെ ഓഫീസിൽ വന്നു. പരപ്പനങ്ങാടി ഓഫീസിലേക്ക് അങ്ങോട്ട് എത്തിയിടുമ്പം ഉമ്മ സ്വകാര്യമായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറിനെ ഞാൻ വിളിച്ച് ഒരു അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കുട്ടീൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ സങ്കടം മുഴുവൻ പറഞ്ഞു. സാറേ അവൻ അറിയാതെ ഉപയോഗിച്ച് പോയതാണ്, അവൻ്റെ കൂട്ടുകാർ നിർബന്ധിച്ചപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിച്ചതാണ്, അതിൻ്റെ ടെൻഷനൊക്കെ കുട്ടിക്കുണ്ട് സാറേ. എനിക്ക് ഉറപ്പാ സാറേ ഇനി അവനത് ഉപയോഗിക്കില്ല. കരഞ്ഞുകൊണ്ടാണ് അമ്മ പറയുന്നത്, പറ്റാളത് അവന് പറ്റി, ഇനി അത് ഉപയോഗിക്കില്ല സാറേ. ഞാൻ പറഞ്ഞു വളരെ നല്ലത്, നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പുണ്ടെങ്കിലും വളരെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാനൊന്നും ചോദിക്കണ്ടല്ലോ, എനിക്കൊന്നും സംസാരിക്കണ്ടല്ലോ എന്ന് ചോദിച്ചു ഞാൻ അമ്മയോട്. അല്ല സാറേ ഇത് ഉപയോഗിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്താളി സാറേ, ഇനി പിന്നീട് എപ്പോഴെങ്കിലും അത് ഉപയോഗിക്കാന്നുള്ളൊരു തോന്നൽ വരണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഓക്കെ. ഞങ്ങൾ നേരെ ഓഫീസിലേക്ക് കയറി. ഈ കുട്ടി എൻ്റെ നേരെ മുന്നിലിരിക്കുന്നു, ഇപ്പുറത്ത് ഉമ്മ ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്ത് ഉപ്പ ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ മകൻ്റെ അടുത്ത്, ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഒരു ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് തരുന്നത്, അബോൺ കിറ്റ് എന്ന് പറയും, മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു കിറ്റാണ്. അതിൻ്റെ ഒരു പൊളിക്കാത്ത പാക്കറ്റ് എടുത്തിട്ട് ഈ മകൻ്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞു, മോനെ എൻ്റെ അച്ഛനോടും അമ്മേനോടും ഇത്രയും കാലം പറഞ്ഞെന്താന്ന് എനിക്കറിയില്ല. അപ്പൊ എന്നോട് ഉമ്മേനോട് ഈ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവാം, തെറ്റും കള്ളും സത്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഒരു കാര്യം പറയുന്നത്, ഞങ്ങൾ എക്സൈസുകാരോടും പോലീസുകാരോടും കള്ളം പറയരുത്, നമുക്കത് മനസ്സിലാവും.
നീ പറയുന്നത് കള്ളമാണ് എന്ന് എനിക്ക് മനസ്സിലായ ഞാനത് പരിശോധിക്കും. അതിനുള്ള സാധനമാണത്, പൊട്ടിച്ച് പരിശോധിക്കും. പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് ലീഗൽ, നിയമപരമായി. കാര്യം 500 രൂപ വിലയുള്ള മുതലാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണ്ടി ഉപയോഗിച്ചു, എന്ത് റിസൾട്ട്, എന്ത് അതിന്റെ ഫോളോ അപ്പ് ആക്ഷൻ എന്തൊക്കെയെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ പിന്നെ ഇറ്റ്സ് ലീഗൽ, നിയമപരമാവും. അതുകൊണ്ട് പിന്നെ നീ പേടിക്കണ്ട, നിന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിതൊക്കെ ചോദിക്കുന്നത്. നിന്നെ രക്ഷിക്കണമെങ്കിൽ എനിക്ക് 2 കാര്യം അറിയണം. ഇത് എന്ന് തുടങ്ങി, എന്തൊക്കെ ഉപയോഗിച്ചു എന്നുള്ളത് അറിയണം. അതുകൊണ്ട് മോൻ സത്യം മാത്രം പറഞ്ഞാൽ മതി. നിന്നെ ജയിലിലാക്കാനോ കേസിലാക്കാനോ ഒന്നുമല്ല. നീ സത്യം പറ, ഇത് എന്നാ നീ ആദ്യമായിട്ട് ഉപയോഗിച്ചേ? കുട്ടി അപ്പൊ തന്നെ പറഞ്ഞു, സാറേ ഞാൻ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ തുടങ്ങിയാണ് സാറേ. ഇപ്പൊ +2 പരീക്ഷ ചെയ്ത് അന്ന് ആ സമയത്ത് ഏകദേശം 1.5 കൊല്ലത്തോളമായി. 1.5 കൊല്ലത്തോളമായിട്ട് ഈ കുട്ടി ഒരു സിഗരറ്റും ഹാൻഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഒന്നും ഉപയോഗിച്ചിട്ടില്ല, സിഗരറ്റും ഹാൻഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തൊട്ടപ്പുറത്തിരുന്ന അമ്മ നെഞ്ഞത്തൊരടിയാ. കാര്യം അന്ന് രാവിലെ കൂടി ആ മകൻ ഉമ്മയോട് പറഞ്ഞത് ആദ്യമായിട്ടാണ് ഉമ്മ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. 1.5 വർഷത്തിലധികമായിട്ട് ഈ കുട്ടി സിഗരറ്റും ഹാൻഡ്സും ഉപയോഗിക്കുന്നു എന്നത് ആ അച്ഛനും അമ്മയും അറിയുന്നത് ഒരു എക്സൈസുകാരനായിട്ടുള്ള ഞാൻ പറയുമ്പോഴാണ്. ആരുടെ പരാജയമാണ്? ഞാൻ പറയും രക്ഷിതാക്കളുടെ പരാജയമാണ്. ഒന്നുകൂടെ ചോദിക്കട്ടെ, സ്ഥിരമായിട്ട് 15 കൊല്ലമായി ഇങ്ങനെ ക്ലാസ് എടുക്കാൻ തുടങ്ങി അന്ന് മുതൽ ഞാൻ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. ഇതിൽ ആരെങ്കിലും മുമ്പ് എപ്പോഴെങ്കിലും എൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അറിയാം ഞാൻ അങ്ങനെ ചോദ്യം ചോദിക്കൂ എന്നുള്ളത്. വീട്ടിൽ മക്കൾക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന എത്ര പേരുണ്ട്? ഇതിൽ ഒന്ന് കൈപൊന്തിക്കേ. കൈതാത്തിക്കോ. ഞാൻ ഇങ്ങനെ തെരഞ്ഞ എന്താണെന്നറിയോ? ആളെ എണ്ണെടുത്തതല്ല, ഈ കൈ പൊന്തിച്ചതില് കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോന്നാ. ബാക്കിയുള്ളവരതൊക്കെ കുട്ടി ചെറിയ കുട്ടികളാണ്. ഇവിടെ ഉള്ള 2-3 ആൾക്കാരത് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് കൈ പൊന്തിയത്. പക്ഷെ ഇവിടെ കണ്ടോടത്തോളൊക്കെ പ്രായം കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ മക്കളുള്ളവരാണ്. സത്യമല്ലേ? അല്ലേ? എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ 15 കൊല്ലമായി ഈ ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട്. സ്ഥിരമായിട്ട് രക്ഷിതാക്കളോട് ചോദിക്കാറുണ്ട്, വീട്ടിൽ മക്കൾക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന എത്ര പേരുണ്ട്? അതൊരു LP സ്കൂളിലാണ് ഈ ചോദ്യം ചോദിച്ചെങ്കിൽ LP സ്കൂളിലെ പേരൻസ് ആണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. 100% ആളുകളുടെ കൈ പൊന്തും, ഒരാളുടെ കൈയും താഴില്ല. അതൊരു UP സ്കൂൾ എത്തുകയാണെങ്കിൽ ഒരു 70%-ലേക്ക് ഇങ്ങ് താഴും. ഹൈസ്കൂൾ എത്തുകയാണെങ്കിൽ ഒരു 40% തികയില്ല. ഹയർ സെക്കൻഡറി എങ്ങനെയാണെങ്കിലും ഒരു 10-15% ഉണ്ടെങ്കിലായി. എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ മക്കള് വലുതാവുന്നതിനനുസരിച്ച് നമുക്കിടയിൽ ഒരു അകൽച്ച വരുന്നു തന്നെയല്ലേ? അല്ലേ? ആണ്, സത്യമാണ്. ആ ഒരു അകലം വരുമ്പോൾ നമ്മുടെ മക്കളുടെ മാറ്റങ്ങൾ നമ്മൾ അറിയാൻ പറ്റാതെ പോകുന്നു എന്നുള്ളൊരു സത്യം. ഒരു 5-6 മാസം മുമ്പ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. 120 കുട്ടികളുണ്ടായിരുന്നു 2 ക്ലാസ്സിലുള്ള. ക്ലാസ് തുടങ്ങി ഇരുത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഇതേപോലെ ഞാൻ അവരോടും ചോദിച്ചു, വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന എത്ര പേരുണ്ട്? ഒരാളുടെ കൈയും പൊന്തിയില്ല. ഞാൻ വലിയ അതിശയമൊന്നും തോന്നിയില്ല, വിട്ടു. കാര്യം വല്ലപ്പോഴും അങ്ങനെ ഉണ്ടാകാറുണ്ട്. പക്ഷെ എനിക്ക് സങ്കടം വന്നത് എപ്പോഴാണെന്നറിയോ? ഒരു 1.5 മണിക്കൂറോളം ഞാൻ ആ കുട്ടികളുമായിട്ട് കളിച്ച് ചിരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് 1.5 മണിക്കൂറോളം ഇവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് തിരിച്ചു പോരാൻ നേരത്ത് ഞാൻ ആ മക്കളോട് ചോദിച്ചു, മക്കളെ 1.5 മണിക്കൂർ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് വർത്തമാനം പറഞ്ഞു സംസാരിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഇഷ്ടപ്പെട്ടു. എനിക്ക് വേണ്ടി നിങ്ങളൊരു സഹായം ചെയ്യുമോ? സാറ് പറ സാറേ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ വീണ്ടും ചോദിച്ചു, വൈകുന്നേരം വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുമോ? ഞങ്ങൾ കൊടുക്കാന്ന് ധൈര്യമായിട്ടൊരു ഒറ്റ വാക്കിൽ പെട്ടെന്ന് ഒരാൾ പോലും പറഞ്ഞില്ല. ആലോചിക്കുകയായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. വാക്ക് കൊടുത്താൽ പറ്റാണ്ട് പോയാലോ എന്താ ഉണ്ടാവുക? വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ തലയും ചൊറിഞ്ഞിങ്ങനെ നിൽക്കും. ഇതിപ്പോ എങ്ങനെയാ കൊടുക്കുക? കുറെ കാലം ആയില്ലേ. ഇനി അഥവാ തന്നാൽ അപ്പൊ നമ്മൾ ചോദിക്കും, എന്താണ്ടി എന്താ കാര്യം നടക്കണ്ടല്ലോ എനിക്ക്. ഇത്രമാത്രം അകലം വരുന്നു നമ്മുടെ മക്കളും നമ്മളും തമ്മിൽ. സാറേ, ഈ ഉമ്മ കൊടുക്കലും ലഹരിയും തമ്മിൽ എന്താ ബന്ധം? ഒരു സംശയം ഉണ്ടോ കാര്യത്തിൽ? ഒരു കാര്യം ഞാൻ പറയുന്നു, അന്നായാലും ഇന്നായാലും ഏത് പ്രായത്തിലുള്ള ഒരാളാണെങ്കിലും അച്ഛനും അമ്മയും അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്തു എന്ന് നമുക്ക് തോന്നിയാൽ നമ്മുടെ അച്ഛൻ്റെ അമ്മേൻ്റെ മുന്നിൽ പോയി നിൽക്കാനോ അവരോട് മിണ്ടാനോ കെട്ടിപ്പിടിക്കാനോ ഉമ്മ കൊടുക്കാനോ നമുക്ക് എന്നല്ല നമ്മുടെ മക്കൾക്ക് ആർക്കും പറ്റില്ല. ഈ പ്രായത്തിലുള്ള എനിക്കാണെങ്കിൽ പോലും അച്ഛനും അമ്മയും അറിയാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്താൽ അച്ഛൻ്റെ അമ്മേൻ്റെ മുന്നിൽ പോകാൻ എന്നെ കൊണ്ട് പറ്റൂല. സത്യം. അത് ഏത് മക്കൾക്കും അങ്ങനെ തന്നെ. ഇനി ഞാൻ ഇത് പറഞ്ഞതിന്റെ പേരിൽ നാളെ വൈകുന്നേരം മുതൽ നമ്മുടെ മക്കൾ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ എന്നാലും എക്സൈസുകാരൻ വന്നിന് ഇങ്ങനെ ഉമ്മ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വാ, അന്ന് മണത്തോ. ദയവ് ചെയ്ത് ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. നിങ്ങളുടെ കുട്ടികൾ മോശക്കാരാണെന്നോ അവരെ സംശയിക്കണോ എന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചതിന്റെ അർത്ഥം. നമ്മുടെ വീടുകളിൽ അച്ഛനും അമ്മയും കുട്ടികളും എല്ലാം കൂടി കൂടിച്ചേരേണ്ട ഒരു ആവശ്യകത ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ഒരു സത്യം മനസ്സിലാക്കുക, അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി കൂടിച്ചേരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ പൂത്തുലയുന്ന ഒരു സന്തോഷത്തിന്റെ ലഹരിയുണ്ട്.
ആ ഒരു ലഹരി കിട്ടാതെ പോകുന്ന കുട്ടികളാണ് ഏറിയ കുട്ടികളും. എല്ലാ കുട്ടികളും ഞാൻ പറയുന്നില്ല, ഏറിയ കുട്ടികളും തെറ്റായ ലഹരി വസ്തുക്കളുടെ പിന്നാലെ പോകുന്നത് എന്നൊരു സത്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പുതുലഹരിയുടെ പുതുവഴികളിലേക്ക് വരാം. SSLC റിസൾട്ട് മിനിയാന്ന് വന്നു. കുറെ ആൾക്കാർക്ക് ജീവൻ തിരിച്ചു കിട്ടി. അറ്റാക്ക് വരുന്നുള്ള അവസ്ഥയിലേക്ക് വരെ കുട്ടികൾ പലരും എത്തിയിട്ടുണ്ടാവും. എന്താവും A+ എണ്ണാണുള്ള വിഷയം. നമ്മുടെ ചോദ്യം എന്താണ്? റിസൾട്ട് ഉണ്ട് വന്നു വെച്ചാൽ പിന്നെ നമ്മളിപ്പോൾ കാണുന്നവർ മുഴുവൻ നമ്മൾ കുട്ടികളോട് ഒറ്റ ചോദ്യമുള്ളൂ, എത്ര A+ ഉണ്ടടി, എത്ര A+ ഉണ്ടടാ? 9 എണ്ണം. അടുത്ത ചോദ്യം എന്താണെന്നറിയോ? 1 എവിടെ പോയി അല്ലേ? 1 എവിടെയെന്നാണ്. വെരി ഗുഡ്. 9 എണ്ണം കിട്ടിയില്ലെന്ന് പറയാറില്ല. 1 എവിടെ പോയി? ആരാ പറയണേ? പണ്ട് 210 മാർക്ക് നേടി ചാടി പോകുന്ന ആൾക്കാരെ പറയണേ. 1 എവിടെ പോയി? 9 എണ്ണം കിട്ടി, വെരി ഗുഡ്. അത്രയും കിട്ടിയില്ലേ എന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. ഞാനിത് സൂചിപ്പിക്കാൻ ഒരു ഒറ്റ കാരണമേ ഉള്ളൂ. ഭയങ്കര ടെൻഷനാണ് കുട്ടികൾക്ക് പഠനത്തിന്റെ പേരിൽ ഇപ്പോൾ വരുന്നത്. പക്ഷെ അതിന്റെ കൂടെ ഒന്നുകൂടെ മനസ്സിലാക്കുക, വല്ലാതെ ടെൻഷൻ കയറുമ്പോൾ കുട്ടികൾ എളുപ്പവഴി തേടി പോകുമെന്നുള്ളത്. കാര്യം പരീക്ഷയ്ക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടി കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു കാലമായത് അറിയോ? നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണേ. പരീക്ഷയ്ക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. എങ്ങനെയെന്നല്ലേ? എങ്ങനെയാ കുട്ടികളിലേക്ക് മയക്കുമരുന്ന് എത്തുന്നത്? ഇത് മയക്കുമരുന്നാണ്, ഉപയോഗിച്ച് നോക്കണമെന്ന് പറഞ്ഞിട്ടല്ലല്ലോ. ഇന്ന് കുട്ടികളിലേക്ക് ഇത് എത്തുന്ന വഴികളൊക്കെ മാറി. പണ്ടൊക്കെ നമ്മൾ എന്താ സുഖം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കണ്ടായിരുന്നു. അപ്പൊ അതിനേക്കാളും മാറ്റമുണ്ട്. എന്താണ്? പരീക്ഷയ്ക്ക് ഉറക്കൊഴിഞ്ഞ് പഠിക്കണമെങ്കിൽ എടാ ഈ മരുന്ന് കുടിച്ചു നോക്കടാ. ഉറക്കൊഴിഞ്ഞ് പഠിക്കണ മുഴുവൻ ഓർമ്മയിൽ നിൽക്കാൻ. നീ ടെൻഷൻ ഇല്ലാതെ ആക്കണോ? അതിനൊന്ന് ബെസ്റ്റാണ്. നീ പനിയോ തലവേദന ജലദോഷം എന്തെങ്കിലും അസുഖം ഉണ്ടോ? അതിനുള്ള മരുന്ന് ഇത് തന്നെയാണ്. എന്ത് മരുന്നും പറ്റും. എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ എന്ത് ബുദ്ധിമുട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും എന്തെങ്കിലും മരുന്ന് തരുമ്പോൾ വാങ്ങണ്ട. അഥവാ വാങ്ങിയാൽ തന്നെ ഉപയോഗിക്കുന്നതിന് മുമ്പ് രക്ഷിതാക്കളോടോ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചിട്ട് മതി എന്നുള്ളതാണ് കാര്യം. അങ്ങനെയാണ് കാലം പോകുന്ന പോക്ക് എന്നുള്ളത് കൊണ്ടാണ്. ഒരു പെൺകുട്ടി സൈക്കിക് ആവുന്ന വയലന്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അവളുടെ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചിട്ട് പാരന്റ്സിനോട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടീനെ കൂട്ടിയിട്ട് പോകാൻ. പാരന്റ്സ് പോയി കുട്ടിയെ കൂട്ടിയിട്ട് വന്നു. മകളെ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി. എല്ലാം കഴിഞ്ഞ് അവളോട് ചോദിച്ചു, മോളെ നിനക്ക് താരാ തന്നേ? അവള് പറഞ്ഞു, എന്റെ ഫ്രണ്ടാണമ്മ, ഫ്രണ്ടാണ് തന്നത്. അപ്പൊ തന്നെ നമ്മുടെ സംശയം, ഒരു പെൺകുട്ടിക്ക് മയക്കുമരുന്ന് കൊടുക്കുന്ന ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം ഒരു ബോയ് ഫ്രണ്ടിന്റെ. അതുകൊണ്ട് തന്നെ അവളോട് ചോദിച്ചേ, ഗേൾ ഫ്രണ്ട് ആണോ ബോയ് ഫ്രണ്ട് ആണോ? അവൾ അപ്പൊ തന്നെ പറഞ്ഞു, ഗേൾ ഫ്രണ്ട് തന്നെയാണ്. അല്ല മോളെ, എന്ത് പറഞ്ഞിട്ടാണ് നിനക്കിത് തന്നത്? നീ ഇത് എന്തിനാ ഉപയോഗിച്ചതെന്ന് ചോദിച്ചപ്പോ ആ പെൺകുട്ടി അപ്പൊ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാം? സാറേ, എനിക്ക് പീരിയഡ്സ് ആവുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകലുണ്ട്. വയറുവേദനയും തലയിറ്റിലും എല്ലാം കൂടിയായിട്ട് സ്ഥിരമായിട്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പല സമയങ്ങളിൽ ഞാൻ ക്ലാസ്സുകളിൽ കോളേജിൽ പോകാറില്ല. ഒരിക്കലും ക്ലാസ്സിൽ വെച്ച് എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താണ് ഈ പ്രശ്നം? ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, സ്ഥിരമാണ്, ഇന്നിപ്പോൾ തീരെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഫ്രണ്ട് എടുത്ത വഴിക്ക് അവളെ കളിയാക്കി. ഇതൊന്നും എനിക്ക് അറിയില്ലേ, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, എനിക്കുണ്ട് വേദനയും കാര്യങ്ങളൊക്കെ, ഇതൊന്നും ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട കാര്യമൊന്നും അല്ലല്ലോ, ഞാനിതിന് മരുന്നൊക്കെ കുടിക്കുന്നുണ്ട്, എനിക്കിതിന് മരുന്നൊന്നും തന്നില്ല ആരും, ഈ മരുന്നൊന്നും കുടിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അവൾ കുടിക്കുന്ന മരുന്നെടുത്ത് കൊടുത്ത മരുന്ന് മയക്കുമരുന്നാണെന്നുള്ളൂ. മയക്കുമരുന്ന് എന്ന് പറയുന്ന ഒരു സാധനം എന്താ അസുഖത്തിനും പറ്റുമല്ലോ. കാര്യം വേദന സംഹാരിയായിട്ട് വരെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലോ മയക്കുമരുന്ന് പലതും. ഇതങ്ങോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ മയക്കമല്ലേ, ഒന്നും അറിയില്ലല്ലോ. അവൾക്കത് ഉപയോഗിച്ചപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. ഒരു തവണ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു സുഖം കിട്ടിയാൽ പിന്നെ എന്താ ഉണ്ടാവുക? അടുത്ത മാസം അതേ സമയമായപ്പോൾ അവൾ വീണ്ടും അവളുടെ ഫ്രണ്ടിനെ തേടി ചെന്നു. അന്നത്തെ മരുന്ന് കയ്യിലുണ്ടോ? 2 or 3 തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന് അഡിക്റ്റ് ആവുന്ന ഒരു അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. ഇനി അതുമാത്രവുമല്ല, ഇന്ന് നമ്മുടെ നാട്ടിൽ ലൈംഗിക ഉത്തേജനത്തിന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ എണ്ണം അതിഭീകരമായ രീതിയിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളൊരു സത്യം. ഇഷ്ടംപോലെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ച് പരപുരുഷന്മാരോടൊപ്പം പോകുന്ന ഭാര്യമാർ, ഭാര്യയും മക്കളെ ഉപേക്ഷിച്ച് പര സ്ത്രീകളോടൊപ്പം പോകുന്ന ഭർത്താക്കന്മാർ, ഇഷ്ടംപോലെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. സത്യം ചോദിക്കട്ടെ, ഇന്നിപ്പോ രാവിലെ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു സ്ത്രീയോ പുരുഷനോ ഇങ്ങനെ ആരെയും കൂടെ പോയി എന്ന് പറഞ്ഞാൽ ഇതിന് കാരണമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നുന്ന കാരണം എന്താ നമ്മൾ പറയാ? ഒറ്റ പറച്ചിലേ നമ്മൾ പറയൂ, അവനെ കൊണ്ട് പറ്റായിട്ട് അവള് പോയി, അല്ലെങ്കിൽ അവളെ കൊണ്ട് പറ്റായിട്ട് അവൻ പോയി, അല്ലേ? ആരാ പറയുന്നത്? കുടുംബവും കുട്ടികളുമായിട്ട് കാലങ്ങളായിട്ട് ജീവിച്ചു വരുന്ന ആളുകളാ പറയണേ. അവിടെ ഭാര്യയും ഭർത്താവും 2 വ്യക്തികളാണെന്നും അവർക്കിടയിലുള്ള മാനസിക പൊരുത്തക്കേടുകളോ പ്രശ്നങ്ങളോ ഒന്നും ആരും ചർച്ച എടുക്കാറില്ല. കാരണം ഒറ്റ കാര്യം നമ്മൾ എല്ലാവരും ചിന്തിക്കാറുള്ളൂ, സെക്സ് എന്നൊരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ കല്യാണപ്രായത്തിലേക്ക് എത്തുന്ന യുവതി യുവാക്കളുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ വരുന്നുണ്ട്. എന്നെ കൊണ്ട് എൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ അവരാരുടെയെങ്കിലും കൂടെ പോകും. അപ്പൊ പിന്നെ എന്ത് വേണം? തൃപ്തിപ്പെടുത്തണം. അതിനെന്താ വേണ്ടേ? ഉത്തേജനം. അതിനെന്താ വേണ്ടേ? മയക്കം വരുന്നു. നല്ല ഉത്തേജനമാണ് സത്യം. പക്ഷെ ഇവിടെയൊക്കെ ഒരു പ്രശ്നം, ഇന്നത്തെ എൻ്റെ ആവശ്യം അത് നടക്കുക എന്നുള്ളത് മാത്രമാണ്. നാളെ ഞാൻ എന്താവെന്ന് ചിന്തിക്കുന്നില്ല. 3 or 4 തവണ ഉപയോഗിക്കുമ്പോഴേക്കും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാത്തൊരവസ്ഥയിലേക്ക് വരുന്നു.
അതിനും അപ്പുറത്തേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇത് എന്നെ കൊണ്ട് ചെന്നെത്തിക്കുമെന്ന് ചിന്തിക്കാതെ പോകുന്നു നമ്മുടെ യുവതലമുറ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, പുതുലഹരിയുടെ പുതുവഴികൾ. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങി 4 റൗണ്ട് ഓടണമെങ്കിൽ എനർജി ബൂസ്റ്റർ, എനർജി ഡ്രിങ്ക് ഇല്ലാണ്ട് പറ്റില്ല അല്ലേ? ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് എനർജി ബൂസ്റ്ററും എനർജി ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു ഗ്രൗണ്ടിൽ ഇറങ്ങി ഓടുമ്പോൾ? ഇല്ല. ഇതില്ലാതെ ഓടാൻ പറ്റില്ല. പലപ്പോഴും അവിടെ വരുന്നത് മയക്കുമരുന്നിന്റെ സാന്നിധ്യമാണ്. മയക്കുമരുന്ന് ഈ സാധനങ്ങളൊക്കെ, ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ 1 റൗണ്ടല്ല 10 റൗണ്ടല്ല വേണമെങ്കിൽ 50 റൗണ്ടും ഒരു ക്ഷീണം ഇല്ലാണ്ട് ഓടാൻ പറ്റും. എത്ര നേരം വേണമെങ്കിലും ഉറക്കൊഴിഞ്ഞിരിക്കാൻ പറ്റും. ഇവിടെയൊക്കെ അവസ്ഥ ഇത് എന്നെ ഇവിടെ കൊണ്ടു ചെന്നെത്തിക്കുമെന്നുള്ളൊരു ചിന്ത നമ്മുടെ മക്കളുടെ മനസ്സിൽ ഇല്ലാതെ പോകുന്നു. പ്രഷർ വല്ലാതെ കൂടുമ്പോൾ എളുപ്പവഴികൾ തേടി പോകുന്നു നമ്മുടെ കുട്ടികൾ എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു. നേരത്തെ നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യം, നമ്മുടെ കുട്ടികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞു, അടിക്കും ചീത്ത പറയുന്നു വെച്ചിട്ട് ഞാൻ നിർത്തിയതാണ്. ഈ അടുത്ത കാലത്ത് നിങ്ങൾ ഇഷ്ടംപോലെ വാർത്തകൾ വായിച്ചല്ലോ, അവിടെ ഇവിടെയൊക്കെ തലക്കടിക്കുന്നു, അക്രമ സംഭവങ്ങൾ പലതും. പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ, ഇവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അക്രമം തുടങ്ങിയതാണോ? അല്ല. കുറച്ചു കാലമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി ഇപ്പോഴാണ് ആക്രമിക്കണേ. അപ്പൊ തുടക്കത്തിൽ നമുക്ക് പാളിയില്ലേ? ഒരു കുട്ടി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു എന്നറിഞ്ഞാൽ ഒരു രക്ഷിതാവ് എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചാൽ ആദ്യം നിങ്ങൾ പറയും അടി ചീത്ത, ഇത് രണ്ടുമാണ് പറയുക. പിന്നെ കുറെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയും. പക്ഷെ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കുട്ടി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നറിഞ്ഞാൽ ഒരു രക്ഷിതാവ് എന്ത് ചെയ്യണോ അതാരും ചെയ്യുന്നില്ല, എന്ത് ചെയ്യരുതോ അതെല്ലാവരും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ശാപവും. ലോകാരോഗ്യ സംഘടന പോലും ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്, ലഹരിക്ക് അടിമപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു അസുഖമാണ്. അസുഖത്തിന് എന്താ വേണ്ടേ? ചികിത്സ. ചികിത്സ എങ്ങനെയാ കൊടുക്കണ്ടേ? സ്നേഹത്തോടെ ചേർത്ത് നിർത്തിക്കൊണ്ട് നൽകേണ്ട ചികിത്സ. അതിന് നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താ? 4 അടിയാണ്. സത്യം ചോദിക്കട്ടെ, ഈ 4 അടി കിട്ടിയാൽ നിങ്ങളെ കുട്ടികൾ നന്നാവുമോ? ഇല്ലല്ലോ. ഇല്ല. എല്ലാവർക്കും അറിയാം, നമുക്കും അറിയാം, കുട്ടിക്കും അറിയാം. അതുകൊണ്ടൊന്നും ഞാൻ നന്നാവില്ല. പിന്നെയും നമ്മൾ അടിക്കും. കാര്യം എന്താണ്? അത് നമുക്കൊരു ഒരു ധിക്കാരമാണ്. അത് ഞാൻ അവൻ്റെ അച്ഛനാണല്ലോ അമ്മയാണല്ലോ എന്നുള്ളൊരു ചിന്ത. പക്ഷെ ഇവിടെ ഒന്ന് മനസ്സിലാക്കുക, 4 5 അടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുട്ടികൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത അവരെന്താ പറയാ? നിങ്ങൾ എന്താ ചെയ്തോളി, കണ്ടേ കൂട്ടിക്കോളി എന്ന് പറയാം അല്ലേ? ഇപ്പൊ ഒട്ടുമിക്ക രക്ഷിതാക്കളും ഞങ്ങളെ വിളിക്കുന്നത് എന്തിനാണെന്നറിയോ? എന്തിനാ സാർ, നിങ്ങൾ എങ്ങനെങ്കിലും അവനൊന്ന് ആസ്പത്രിയിൽ എത്തിച്ചേരണം സാറേ, ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കണില്ല. ഞങ്ങളാകുമ്പോൾ കാക്കി കണ്ട് പേടിച്ച് കുട്ടി വന്നോളൂ. വെറുതെയാണ്. കാക്കി കണ്ട് പേടിച്ചിട്ടൊന്നും കുട്ടികൾ അങ്ങനെ വരുമൊന്നുമില്ല. അതൊക്കെ പണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ഞങ്ങളെ പേടിക്കണമെന്ന് ഞങ്ങൾ പറയാറുമില്ല. സത്യം. ഒരിക്കൽ കൂടി പറയുന്നു, തുടക്കത്തിലാണെങ്കിൽ ഒരു 4 5 കൗൺസിലിംഗിൽ തരേണ്ട ഒരു അസുഖം. സാറേ കൗൺസിലിംഗാ? 4 ആൾ അറിഞ്ഞാൽ ചെക്കന്റെ ഭാവി എന്താവും? ഒക്കെ നാളെയും പുറത്തിറങ്ങി നടക്കണ്ട സാറേ. ഞങ്ങൾ കുടുംബത്തിന്റെ തറവാട്ടിന് ചീത്ത പേരല്ലേ സാറേ? ഈ ഒരു ചിന്തയാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു ശാപം. ഇന്ന് ഈ ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത വളരെ അധികമാണ്. അങ്ങനെ ഒരു സംഭവം അറിഞ്ഞാൽ അധികം ടെൻഷൻ അടിക്കാനോ അധികം സങ്കടപ്പെടാനോ ഒന്നും നിൽക്കണ്ട. ഇതെല്ലായിടത്തും ഉണ്ട് എന്നുള്ളൊരു ചിന്ത, എൻ്റെ കുട്ടിക്ക് ഒരു അസുഖം വന്നിട്ടുണ്ട് എന്നുള്ളൊരു ചിന്തയോടുകൂടി നമ്മുടെ കുട്ടിക്ക് ഒരു അസുഖം വന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്യോ ആ രീതിയിൽ അതിന് പരിഗണിക്കുക. നമ്മുടെ കുട്ടിക്ക് ഒരു പനി വന്നാൽ രാത്രി മുതൽ മുഴുവൻ നമ്മൾ ഉറക്കൊഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നെറ്റിയിൽ തൊട്ട് നോക്കും, ചൂട് കുറവുണ്ടോ, ഇനി കുറവില്ലെങ്കിൽ നമ്മളപ്പോൾ തുണി നനച്ചിട്ട് കൊടുക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യും. അതേ കുട്ടിയുടെ കയ്യിൽ നിന്ന് അന്ന് വൈകുന്നേരം ഒരു സിഗരറ്റ് കിട്ടിയാൽ അപ്പം തുടങ്ങും അടിയും ചീത്ത പറിച്ചിടും. പിന്നെ കുറച്ച് ദിവസം നിർത്തൂല. ഒരിക്കൽ കൂടി പറയുന്നു, ഇതൊരു അസുഖമായിട്ട് കാണാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഇന്നത്തെ ആവശ്യം, ഏറ്റവും വലിയൊരു ആവശ്യം. ഇന്നത്തെ സമൂഹം അല്ലെങ്കിൽ ഇന്നത്തെ യുവതലമുറ ആവശ്യപ്പെടുന്നു അതൊന്നുകൊണ്ടാണ്. അസുഖമായിട്ട് കാണുമ്പോൾ തുടക്കത്തിൽ ഒരു 4 5 കൗൺസിലിംഗിൽ തീരേണ്ട ഒരു അസുഖമാണ്. പലപ്പോഴും അത് ചെയ്യാത്തത് കൊണ്ടാണ് കുട്ടികൾ വയലന്റ് ആവുന്ന, സൈക്കിക് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇഷ്ടംപോലെ ആളുകൾ ഞങ്ങളെ വിളിക്കാറുണ്ട്. മുമ്പൊക്കെ ആണെങ്കിൽ ഭാര്യമാർ മാത്രമാണ് വിളിക്കുക. എന്തിന്? ഭർത്താക്കന്മാരുടെ മദ്യപയോഗം കൊണ്ട് പൊറുതിമുട്ടിയ ഭാര്യമാർ. ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അതിനേക്കാളും എത്രയോ മടങ്ങ് വിളികൾ വേറെയാണ്. ആരാ വിളിക്കണേ? അമ്മ, അച്ഛൻ, ചേട്ടൻ, ചേച്ചി. എന്തിനാ വിളിക്കണേ? ആവശ്യം പഴയ തന്നെയാണ്, രക്ഷിക്കണം സാറേ. പക്ഷെ ആരെ രക്ഷിക്കണ്ടേ എന്നൊരു ചോദ്യത്തിന്റെ മറുപടി ഇടക്കാലത്ത് ഒന്ന് മാറിയിരുന്നു. അന്ന് വിളിച്ചിരുന്നവരൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നത്, എന്റെ കുട്ടിയെ, എന്റെ മകനെ അല്ലെങ്കിൽ എന്റെ മകളെ ലഹരി വസ്തുക്കളുടെ ലോകത്ത് നിന്ന് രക്ഷിക്കണം സാറേ എന്നായിരുന്നു. ഇന്നിപ്പോ വിളികളുടെ എണ്ണം വീണ്ടും കൂടി. വിളിക്കുന്നത് അവരൊക്കെ തന്നെയാണ്, അമ്മയും അച്ഛനും ചേട്ടനും ചേച്ചിയൊക്കെ. ആവശ്യവും പഴയ തന്നെയാണ്, സാറേ രക്ഷിക്കണം സാറേ. പക്ഷെ ആരെയാ രക്ഷിക്കേണ്ടത് എന്നൊരു ചോദ്യത്തിന്റെ മറുപടി ഇപ്പൊ വീണ്ടും മാറിയിട്ടുണ്ട്. ഇപ്പൊ വിളിക്കുന്നവരൊക്കെ ഞങ്ങളോട് പറയുന്നത്, സാറേ ഞങ്ങളെ രക്ഷിക്കണം സാറേ. ആരുന്നാ രക്ഷിക്കണ്ടേ? മക്കളിൽ നിന്ന്. സ്വന്തം മക്കളിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് കരയുന്ന രക്ഷിതാക്കളുടെ നാടായിട്ട് നമ്മുടെ ഈ ഒരു കൊച്ചുനാട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ
എനിക്ക് പേടിയാണ്, ഇതൊന്നും എന്നെ ബാധിക്കാത്ത പ്രശ്നമാണ്, എൻ്റെ സ്വന്തമാണ്, ബന്ധമാണ്, സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞ് ഇനിയും ഇത്തരം ലഹരി വസ്തുക്കൾക്കെതിരെ ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഒരൊറ്റ മുന്നറിയിപ്പ് തരാൻ വേണ്ടി മാത്രമാണ് വന്നത്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയും ചെയ്യുന്നു. പഠിക്കലെത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞൊരു 4-5 വർഷ കാലയളവ് കൊണ്ട് ഇത്രയും മാരകമായ മയക്കുമരുന്നുകൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും ഇത്രയും സുലഭമായി എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പടി കടന്ന് നമ്മുടെ വീട്ടിലേക്കും എത്തിയിട്ടുണ്ടാവാൻ നമ്മൾ അറിയാഞ്ഞിട്ടാണ്. അറിഞ്ഞിട്ട് കൈകാലിട്ട് അടിച്ച് കരയുന്നതിനേക്കാളും നല്ലത് എത്താതിരിക്കാൻ വേണ്ടത് ചെയ്യുക എന്നുള്ളതാണ്. അതിനെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ വീട്ടില് നമ്മളും നമ്മുടെ മക്കളും എല്ലാവരും കൂടി ചേരുമ്പോൾ പൂത്തുലയുന്ന ഒരു സന്തോഷത്തിന്റെ ലഹരിയുണ്ട്. ആ ഒരു ലഹരി പൂത്തുലയുന്ന ഒരു വേദിയാക്കിയിട്ട് നമ്മുടെ വീടുകൾ, നമ്മുടെ ഓരോരുത്തരുടെയും വീടുകൾ മാറാനുള്ള ഒരു സാഹചര്യം നമ്മളായിട്ട് ഒരുക്കുക എന്നുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക എന്നുള്ളത്. രണ്ടാമത്തത്, എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ലഹരിക്കെതിരെ അതൊക്കെ ചെയ്യുക. അതിന് രാഷ്ട്രീയ സംഘടനകളാവട്ടെ, മതസംഘടനകളാവട്ടെ, അമ്പല കമ്മിറ്റി ആവട്ടെ, പള്ളി കമ്മിറ്റി ആവട്ടെ, ക്ലബ്ബുകളാവട്ടെ, വായനശാലകളാവട്ടെ, ആര് എന്ത് പ്രോഗ്രാമുകൾ നടത്തുമ്പോഴും അത് ലഹരിക്കെതിരെയുള്ളതാണെങ്കിൽ അത് വിജയിക്കേണ്ടത് എൻ്റെ കുട്ടിയുടെ ആവശ്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് സാന്നിധ്യം കൊണ്ടെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ശക്തി പകരേണ്ടത് എൻ്റെ ആവശ്യമാണ് എന്നുള്ളൊരു ചിന്ത ഓരോരുത്തരിലും ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ലഹരിക്കെതിരെ അതൊക്കെ ചെയ്യുക. എൻ്റെ ആവശ്യമാണെന്നുള്ളൊരു ചിന്ത ഓരോ നിമിഷവും ഓരോരുത്തരിലും ഉണ്ടാവുക. ആ ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സമ്മേളനത്തിൽ ഞാനും എത്തിയത്. അവിടെ ഞാനൊരു കാര്യം ഉറപ്പ് പറയുന്നു. വിളിക്കുമ്പോൾ വെളിപ്പുറത്ത് ഞങ്ങൾ എത്തും എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം ഞങ്ങൾ എക്സൈസുകാർ വളരെ എണ്ണം കുറവാണ്, സത്യം പറയാലോ. പക്ഷെ ഒന്നുണ്ട്, വന്നിരിക്കും, കേട്ടിരിക്കും, വേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കും. ആ ഒരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റും. ആ ഒരു ഉറപ്പ് ഇവിടെ വെച്ച് നൽകിക്കൊണ്ട് തന്നെ ഇത്രയും നേരം എന്നെ കേട്ടതിന് നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് കൂടി ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സമ്മേളന വേദിയിലും എക്സൈസുകാരനായിട്ടുള്ള എനിക്കൊരു കുറച്ച് സമയം അനുവദിച്ചു തന്നതിന് ഇതിന്റെ സംഘാടകരോട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും വിമുക്തി മിഷന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തന്നെ നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.